പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയും വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ നീതി തേടി ഹർഷീന വീണ്ടും സമരമുഖത്തേക്ക്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഈ മാസം 28-ന് സത്യാഗ്രഹ സമരം നടത്തും. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് സമരമെന്നും ഹർഷീന പ്രതികരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഹർഷീന വീണ്ടും സമരമുഖത്തേക്ക് കടക്കുകയാണ്. 6 വർഷങ്ങൾക്കിപ്പുറവും തുടരുന്ന സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെയാണ് സമരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. നിയമപോരാട്ടത്തിനൊടുവിൽ 2 ഡോക്ടർമാരെയും നഴ്സിനെയും പ്രതിയാക്കി പോലീസ് കേസെടുത്തെങ്കിലും കുന്നമംഗലം കോടതിയിലെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർഷീന വീണ്ടും സമരമുഖത്തെത്തുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സത്യാഗ്രഹമിരിക്കാനാണ് ഹർഷീനയുടെ തീരുമാനം. നമ്മളെ നഷ്ടത്തിന് ഒരു പരിഹാരം വേണം. കാരണം അത്രയും വലിയ നഷ്ടങ്ങളാണ് നമുക്ക് വേറെ ആരോ ചെയ്ത കാരണം കൊണ്ട്, അല്ലാതെ നമ്മൾ നടത്തുന്ന പറ്റിയതല്ലല്ലോ. അപ്പോൾ അത്രയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു കാര്യത്തിന് ഗവൺമെന്റിന് എന്നോ ഒരു തീരുമാനമാക്കായിരുന്നു. അപ്പോൾ അവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇത്രയും കാലം ആരോഗ്യമന്ത്രി ഹർഷീനക്കൊപ്പമാണ്, സർക്കാർ ഹർഷീനക്കൊപ്പമാണ്. അപ്പോൾ വെറുതെ വാക്കുകൊണ്ട് ഏതൊരു വിഷയം വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, എല്ലാ ജനങ്ങളും അറിയുന്നുണ്ട്. ഏതൊരു വിഷയം വരുമ്പോഴും ഞങ്ങൾ അവർക്കൊപ്പമാണ്. വെറുതെ ഒപ്പം വാക്കുകൊണ്ട് എന്തിനാ? അതിനൊരു പരിഹാരമാണ് വേണ്ടത് ജനങ്ങൾക്ക്. അപ്പോൾ അത് എന്നുണ്ടാവുന്നുള്ളത് അവരൊന്ന് പറയാം. ഹർഷീനയുടെ വേദനയ്ക്കും തീരാദുരിതത്തിനും സർക്കാർ വിലയിട്ടത് 2 ലക്ഷം രൂപയാണ്. ചികിത്സയ്ക്ക് മാത്രം 10 ലക്ഷത്തിലധികം രൂപ ചിലവായി. ഇത് കടുത്ത നീതി നിഷേധമാണെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരാനാണ് തീരുമാനമെന്നും ഹർഷീന സമരസമിതി അറിയിച്ചു. സർക്കാർ നീതി നടപ്പിലാക്കുന്നില്ല. ഇത്തരം മെഡിക്കൽ നെഗ്ലിജൻസുകൾ ഉണ്ടാകരുത് എന്ന് ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ സമരസമിതി സമരമുഖത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതേ അനുഭവമാണ് ഒരു സഹോദരിക്ക് വന്നിരിക്കുന്നത്. പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ അവരുടെ വയറിനകത്ത് തുണിക്കെട്ട് വെച്ചു മറന്നിട്ട് 75 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരോട് മന്ത്രി പറയുന്നത് റിപ്പോർട്ട് തേടുമെന്നാണ്. റിപ്പോർട്ട് തേടി നടക്കുന്ന ഒരു മന്ത്രിയും സർക്കാരുമാണ് ഈ സർക്കാർ. പക്ഷേ ഞങ്ങൾ ഈ സർക്കാരിൻ്റെ മുൻപാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഹർഷീനക്ക് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യം ഹർഷീന സമരസമിതി മുന്നോട്ട് വെച്ച് ഹർഷീനെ ഇരുത്തിക്കൊണ്ടുള്ള സമരം തുടരുകയാണ്. അതേസമയം ഹർഷീനയുടെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് ഈ മാസം 12-ന് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട്. ജനം, കോഴിക്കോട്.